നമസ്കാരം, ഞാൻ കൊല്ലം പ്രദീപ് കുമാർ. ഏവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നവരാത്രി പൂജയിൽ നമ്മൾ ഗൃഹത്തിങ്കിൽ എപ്രകാരമാണ് പൂജ വയ്ക്കുന്നത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചൊല്ലേണ്ടത്, എപ്രകാരമാണ് വ്രതമെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആഘോഷിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ് നവരാത്രി എന്ന് പറയുന്നത്. പേര് കേൾക്കുന്നത് പോലെ തന്നെ നവം എന്നാൽ 9 എന്നും പുതിയത് എന്നും അർത്ഥമുണ്ട്. ദുർഗാദേവിയാണ് നവരാത്രി ദിനങ്ങളിൽ പൂജിക്കുന്നത്. ഇവിടെ രാത്രിക്കാണ് പകലിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുപോലെ പഴയതൊക്കെ മാറി പുതുമയിലേക്ക് എത്തിച്ചേരുക എന്നതും നവരാത്രി പൂജയിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ദേവീ കടാക്ഷത്തിന് ഏറ്റവും ഉത്തമമായ 9 ദിവസങ്ങളാണ് ഈ നവരാത്രി ദിനങ്ങൾ എന്ന് പറയുന്നത്. ഈ ദിനങ്ങളിൽ പ്രപഞ്ചത്തിൽ തന്നെ അത്ഭുതകരമായ ശക്തിയുണ്ട്. എന്തെന്നാൽ ധൈര്യത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായ പാർവതീ ദേവിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ലക്ഷ്മി ദേവിയുടെയും വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായ സരസ്വതീ ദേവിയുടെയും കൂടിച്ചേർന്നുള്ള ദുർഗാഭാവം പ്രപഞ്ചത്തിൽ ആകെ ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തി പ്രവഹിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ദേവിമാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതിന് ഇത്രയും അനുയോജ്യമായ ഒരു കാലഘട്ടമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ മാറാനും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ഈ ദിവസങ്ങളിലെ ദേവീക്ഷേത്ര ദർശനങ്ങളും നവരാത്രി പൂജകളും നവരാത്രി വ്രതവുമൊക്കെ അത്യന്തം സഹായകമാകും. നവരാത്രി കാലങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ സരസ്വതി ക്ഷേത്രങ്ങള്, ലക്ഷ്മി ക്ഷേത്രങ്ങള്, പാർവതി ക്ഷേത്രങ്ങള്, ഭദ്രകാളി ക്ഷേത്രങ്ങള്, ഗണപതി ക്ഷേത്രങ്ങള് ഇവയൊക്കെ ദർശനം നടത്താവുന്നതാണ്. ഈ ക്ഷേത്രങ്ങളിൽ രാവിലെയും വൈകിട്ടും നവരാത്രി ദിനങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. ഇപ്പം എല്ലാവർക്കും രാവിലെയും വൈകിട്ടും പോകാൻ കഴിഞ്ഞൊന്നു വരില്ല. അങ്ങനെയുള്ളവർ ഒരു നേരമെങ്കിലും ദർശനം നടത്തുകയോ നവരാത്രി ദിനങ്ങളിൽ സൗകര്യപ്രദമായ ദിവസങ്ങളിൽ പോയിട്ട് ദർശനം നടത്തുകയോ ചെയ്യേണ്ടതാണ്. തുടർന്ന് സാരസ്വത മന്ത്ര അർച്ചന, നെയ് വിളക്ക്, ലളിതാ സഹസ്രനാമ അർച്ചന, അശ്വാരൂഢ മന്ത്ര അർച്ചന ഇവയൊക്കെ വഴിപാടായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നത് വിദ്യാപരമായ വിജയത്തിനും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും ദുരിതശാന്തിക്കും ഒക്കെ അങ്ങേയറ്റം സഹായകമാകുന്നതാണ്. ക്ഷേത്ര ദർശനത്തോടൊപ്പം തന്നെ നവരാത്രി പൂജ നമ്മുടെ ഗൃഹത്തിങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതെപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഗൃഹത്തിങ്കിൽ ഈ വിളക്ക് തെളിക്കുന്ന സ്ഥലം നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിടുക. കത്തിക്കാൻ ഉപയോഗിക്കുന്ന നീലവിളക്ക്, കെണ്ടി, താലം ഇവയൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കണം. തുടർന്ന് ഒരു പലക, വൃത്തിയുള്ളൊരു പലക അല്ലെങ്കിൽ ഒരു പീഠം എടുക്കുക. ആ പീഠത്തിൻ്റെ മേലിൽ കുറച്ച് പച്ചരി വിതറണം. തുടർന്ന് അതിൻ്റെ മുകളിൽ ഒരു ചുവന്ന പട്ട് വിരിക്കണം. ഈ പട്ടിൻ്റെ മുകളിൽ താലത്തിലോ ഇലയിലോ നിലവിളക്കോ അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കോ കൊളുത്താം. നെയ്യൊഴിച്ച് കൊളുത്തുന്നതാണ് ഉത്തമം. സാധിക്കാത്തവര് നല്ല എണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിച്ചാലും മതി. ലക്ഷ്മി വിളക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 തിരിയിട്ട് ദീപം തെളിക്കുക. മറ്റു വിളക്കാണെങ്കിൽ 2 തിരിയോ 5 തിരിയോ ഇട്ട് ദീപം തെളിക്കാവുന്നതാണ്. ദുർഗാദേവിയുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ അതോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിലാണ് ഈ പ്രകാരം നമ്മൾ ചെയ്യേണ്ടത്. വാഴയിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കീറാത്ത ലക്ഷണമൊത്ത ഒരു വാഴയില ഉപയോഗിക്കുക. 9 ദിവസവും ഈ വിളക്ക് കെടാവിളക്കായിട്ട് വേണമെങ്കിലും തെളിക്കാം. ഒരു പക്ഷേ അതിന് സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിക്കുക. രാവിലെയും വൈകിട്ടും തെളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈകിട്ട് വിളക്ക് തെളിച്ചാലും മതി. ദീപം തെളിക്കുന്നതിന് മുമ്പ് വിളക്കിൽ ചന്ദനവും കുങ്കുമവും തൊട്ട് അലങ്കരിക്കേണ്ടതാണ്. 9 സ്ഥലത്ത് അലങ്കരിക്കണം. എണ്ടിയിൽ ജലം നിറച്ച് അതിനകത്ത് പൂക്കളും ഇടുക. ഇതിന് മുമ്പിൽ നിവേദ്യം വയ്ക്കാം. അതായത് ഒരു നാളികേരം, കുറച്ച് അവിൽ, പഴം, ശർക്കര, പഞ്ചസാര, കൽക്കണ്ട്, മുന്തിരി, അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ കിട്ടുമെങ്കിൽ ഇതെല്ലാം നമുക്ക് നിവേദ്യമായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം വെച്ചില്ല എന്നുണ്ടെങ്കിൽ ലഭ്യമായത് ഇവിടെ
ദേവിക്ക് നിവേദ്യമായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും വിളക്ക് തെളിച്ച് കെണ്ടിയിൽ വെള്ളവും വെച്ച് നമുക്ക് ഈ ആചരണം നടത്താവുന്നതാണ്. ദിവസവും 2 നേരം വയ്ക്കാൻ കഴിയാത്തവർ വൈകിട്ട് സമയത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം നവരാത്രിയിൽ രാത്രിക്കാണ് പ്രാധാന്യം ഉള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും നമുക്ക് ഓരോ മന്ത്രം കൂടി ജപിക്കാം. എന്താണെന്നാൽ ആദ്യ ദിവസം ജപിക്കേണ്ടത് ഓം ഹ്രീം നമ എന്നാണ്. 108 തവണ ഈ മന്ത്രം രാവിലെയും വൈകിട്ടും ജപിക്കണം. ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം ജപിക്കാനായിട്ട്. 2ാം ദിവസമാണെങ്കിൽ ഓം വേദാത്മികായി നമ എന്നും ജപിക്കുക. ഇത് രാവിലെയും വൈകിട്ടും 336 തവണ വീതം ജപിക്കണം. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കുക. 3ാം ദിവസമാണെങ്കിൽ ഓം ത്രിശക്തിയൈ നമ എന്ന മന്ത്രം 108 വീതം രാവിലെയും വൈകിട്ടും ജപിക്കുക. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ജപിക്കാവുന്നതാണ്. 4ാം ദിവസം ഓം സ്വസ്ഥായി നമ എന്ന മന്ത്രം 241 പ്രാവശ്യം രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ്. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ജപിക്കുക. 5ാം ദിവസം ഓം ഭുവനേശ്വരി നമ എന്ന മന്ത്രം 108 തവണ രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ്. ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഇവ ജപിക്കാൻ. 6ാം ദിവസം ഓം യോഗിന്യൈ നമ എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. 241 വീതം 2 നേരം ജപിക്കുക. ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ജപിക്കണം. 7ാം ദിവസം ഓം സമപ്രിയായേ നമ എന്ന മന്ത്രം 336 തവണ വീതം രാവിലെയും വൈകിട്ടും ജപിക്കുക. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ജപിക്കുക. 8ാം ദിവസം ഓം ത്രികോണസ്ഥൈ നമ എന്ന മന്ത്രം 108 വീതം രാവിലെയും വൈകിട്ടും ജപിക്കണം. ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ജപിക്കാൻ. 9ാം ദിവസം ഓം ത്രിപുരാത്മകായേ നമ എന്ന മന്ത്രം 244 വീതം രാവിലെയും വൈകിട്ടും ജപിക്കണം. വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജപിക്കേണ്ടത്. കൂടാതെ സൗന്ദര്യ ലഹരി സ്തോത്രവും ദേവി മഹാത്മ്യവും ദേവി ഭാഗവതവും ഒക്കെ പാരായണം ചെയ്യാവുന്നതാണ്. മന്ത്രജപത്തിന് ശേഷം കർപ്പൂരം കത്തിച്ച് ആരതിയായിട്ട് ഒഴിഞ്ഞ് വെള്ളത്തിൽ മുക്കിയ പൂവ് അർപ്പിച്ച് തൊഴാവുന്നതാണ്. ഈ നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും ലഘുഭക്ഷണമോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച് നമുക്ക് വ്രതമായിട്ടും അനുഷ്ഠിക്കാവുന്നതാണ്. മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും ഒഴിവാക്കണമെന്ന് മാത്രം. നവരാത്രിക്ക് വ്രതം എടുക്കുന്നത് ജീവിത ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ വളരെ ഉത്തമമാണെന്ന് പൂർവിക കാലം മുതൽ തന്നെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്നതിനും, ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാകുന്നതിനും, വിദ്യാ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വിദ്യാവിജയത്തിനും, നല്ല ഓർമ്മശക്തി ലഭിക്കുന്നതിനും, ബുദ്ധിശക്തി ഉണരുന്നതിനും, പാപമോചനത്തിനും ഒക്കെ നവരാത്രി വ്രതം അത്യുത്തമമാണ്. നവരാത്രി പൂജയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ 3 ദിവസങ്ങളായ അഷ്ടമി, നവമി, ദശമി അല്ലെങ്കിൽ പൂജവെപ്പ്, ആയുധപൂജ, വിദ്യാരംഭം ഇവ നടക്കുന്ന അവസാന 3 ദിവസങ്ങളാണ്. ഈ 9 ദിവസവും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദേവിയുടെ മുമ്പിലാണ് പൂജ വയ്ക്കേണ്ടത്. ദുർഗാഷ്ടമിയുടെ അന്ന് അസ്തമയം കഴിഞ്ഞിട്ടാണ് പൂജ വയ്ക്കേണ്ടത്. നമ്മുടെ പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, കലാപരമായിട്ടുള്ള വാദ്യോപകരണങ്ങൾ ഇവയൊക്കെ ദേവിയുടെ മുമ്പിൽ നമുക്ക് പൂജ വയ്ക്കാവുന്നതാണ്. ഇനി ഗൃഹത്തിങ്കിൽ പൂജ വയ്ക്കാൻ ഒരു കാരണവശാലും കഴിയാത്തവർ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജ വയ്ക്കേണ്ടതാണ്. ആയുധപൂജയുടെ ദിനമാണ് മഹാനവമി എന്ന് പറയുന്നത്. നമ്മൾ പൂജ വെച്ചിരിക്കുന്ന ആയുധത്തിലേക്ക് ദേവിയുടെ ചൈതന്യം പൂർണ്ണമായിട്ട് വരുത്തുക എന്നുള്ള ഒരു തത്വമാണത്. അതുകൊണ്ടാണ് മഹാനവമിയുടെ അന്ന് പൂർണ്ണമായും പൂജകൾ ചെയ്യപ്പെടുന്നത്. നവരാത്രിയുടെ പൂജ അവസാനിക്കുന്നത് വിജയദശമിക്ക് വിദ്യാരംഭത്തോടെയാണ്. അല്ലെങ്കിൽ പൂജയെടുപ്പ് അല്ലെങ്കിൽ വിദ്യാരംഭം ഇവയോടൊപ്പമാണ്. വിജയദശമിയാണ് അന്ന് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി തിരിച്ചു വന്നിട്ട് നമുക്ക് ഈ പൂജ എടുക്കാവുന്നതാണ്. അതിനുശേഷം അരിയിൽ ഹരിശ്രീ ഗണപതിയെ നമഃ അവിഘ്നമസ്തു എന്നും എഴുതി അക്ഷരമാലയുമൊക്കെ എഴുതാവുന്നതാണ്. തുടർന്ന് വിദ്യാരംഭത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദേവചൈതന്യം കുടികൊള്ളുന്ന സ്ഥലങ്ങളിലോ വെച്ച് വിദ്യാരംഭം കുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റ് സ്ഥലങ്ങളിൽ വിദ്യാരംഭം കുറിക്കുമ്പോൾ അവിടെ ദേവീ ചൈതന്യം കുറഞ്ഞു കാണപ്പെടും. കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നത് 3ാമത്തെ വയസ്സിൽ ചെയ്യുന്നതാണ് ഉത്തമം. ഇപ്രകാരം ഈ വർഷത്തെ നവരാത്രി പൂജ ചെയ്ത് ദുർഗതികളൊക്കെ അകറ്റുന്ന ദുർഗാദേവിയുടെ അനുഗ്രഹം
ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ആധ്യാത്മികവും ജ്യോതിഷപരവുമായിട്ടുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.